ഹലോ കൂട്ടുകാരി, ഞാനിന്നൊരു ചെറിയ ടിപ്സാണ്, പക്ഷെ അത് ഒരുപാട് ഉപകാരമുള്ളതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുള്ളതാണ്. അത് നിങ്ങളെ കൂടി അറിയിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഈ 5 കിലോ പുട്ടിൻ്റെ പൊടിയൊക്കെ കഴുകി അരിച്ച് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഒരു തുണിയിലൊക്കെ വിരിച്ച്, നല്ല തുണിയിലൊക്കെ വിരിച്ചതിന് ശേഷം ഒരു നല്ല തുണി കൊണ്ടൊക്കെ തുടച്ച് അതിൻ്റെ വീർപ്പൊക്കെ മാറ്റി എന്നിട്ടാണ് കേട്ടോ പുട്ട് പൊടിക്കാൻ കൊണ്ടുപോയി കൊടുക്കാറ് മില്ലിലേക്ക്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇതെല്ലാം അരിച്ചൊക്കെ റെഡിയാക്കണ്ടേ. പുഴുങ്ങല്ലരി 5 കിലോനാണെങ്കിൽ 2.5 കിലോ പച്ചരി, പിന്നെ 2.5 കിലോ പുഴുങ്ങലരിയാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞതാണ്, ഇത്ര സമയമൊന്നും നീ ഇത് കുതിർത്താൻ നിൽക്കണ്ട, ഇങ്ങനെ നിനക്ക് പരത്തി ഉണക്കൊന്നും വേണ്ട കേട്ടോ. നീ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ അരി നന്നായി കഴുകി 4-5 തവണ കഴുകി അരിച്ചതിന് ശേഷം നല്ലൊരു സ്റ്റീലിൻ്റെ ജാറുണ്ടെങ്കിൽ അതിലിട്ടേക്ക്. ഏതാണ് നമുക്ക് സൗകര്യമുള്ള 5 കിലോ കൊള്ളുന്ന പാത്രം വേണം, അതിൽ ഇതാക്കിയേക്ക്. 5, 6, 7 കിലോ പാത്രമായാലും കുഴപ്പമില്ല. അതിൽ ഇത് നമ്മൾ അരിച്ച് ആ പാത്രത്തിലേക്ക് വെള്ളം മാറുന്നതിന് ശേഷം അതിലേക്ക് ഇട്ടേക്കാം. വെള്ളം അധികം നനവ് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ വാരി അതിലേക്കിടുക. ഓരോ തവണയും വാരി അതിലേക്കിട്ടിട്ട് അവസാനം അത് അടച്ചു വയ്ക്കാം. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അരി നമ്മളിത് തുണി വെച്ച് പിന്നെ തുടച്ചെടുക്കൊന്നും വേണ്ട. ഈ അരി കുതിർന്ന് പാത്രം നിറഞ്ഞിട്ടുണ്ടാവും. അത് നല്ല പൊടിക്കാൻ പാകത്തിലായിട്ടുണ്ടാവും. പിന്നെ മില്ലിൽ പോയി കഴിഞ്ഞാൽ അവർ പൊടിച്ച് അവർ വറുത്ത് തരണമല്ലോ. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. വീട്ടമ്മമാർക്ക് എന്നും ജോലി തിരക്കും ബുദ്ധിമുട്ടുകൾ തന്നെയല്ലേ. അപ്പോൾ ഇതൊരു നല്ലൊരു ഉപകാരം എനിക്ക് തോന്നി. അപ്പോൾ അത് അവിടുന്ന് വറുത്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 5-6 മാസം അത് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഇപ്പോൾ പുട്ടുണ്ടാക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല സ്റ്റീൽ പാത്രത്തിൽ വറുത്ത പൊടി വാങ്ങിച്ച് അടച്ചു വെച്ചാൽ നമുക്ക് ഒരു കേടും വരില്ല. നല്ല തണുപ്പടിക്കാൻ സ്ഥലത്ത് വെക്കരുത് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു മേശയുടെ മുകളിൽ വെച്ചാൽ മതി. മരത്തിൻ്റെ മേശ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഇതാണൊരു ടിപ്സ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക കേട്ടോ. എനിക്കുണ്ടായ ഒരു സന്തോഷമാണ്. ഞാൻ ഒരുപാട് മണിക്കൂർ അതിന് വേണ്ടി രാവിലെ ചിലവഴിക്കാറുണ്ട്. ഈ പുട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടേ അരി കുതിർത്തി 2 മണിക്കൂർ കുതിർത്തി അത് ശേഷം തുണി വിരിച്ച് തുടച്ച് പിന്നെ ഇതൊക്കെ ആക്കുമ്പോഴേക്ക് ഒരുപാട് സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരപ്രദമായി തോന്നി. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടായിരിക്കുക. ആ പാത്രത്തിൽ അടച്ച് വയ്ക്കുക. 2 മണിക്കൂർ കഴിയുമ്പോൾ അതെല്ലാം ഇതായിട്ടുണ്ടാവും, കുതിർന്ന് വന്നിട്ടുണ്ടാവും. അത് പിന്നെ കോട്ടയിൽ കൊടുക്കുക പൊടിക്കാൻ. നല്ല ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾക്കത് ഉപകാരപ്രദ ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കണേ. ഓക്കെ, താങ്ക് യു.